ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മൾ ഒരു ട്രക്കിങ്ങിന് പോവുകയാണ്. ഞാനും വീണ്ടും നൊന്തുകൊണ്ട് കൃഷ്ണഗിരി, ബാംഗ്ലൂരിനടുത്ത് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷ്ണഗിരി ഫോർട്ടുണ്ട്, ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഇതിവിടെ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. അവിടെ പോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേച്ച് ഇങ്ങനെ ഇവിടെ സ്റ്റെപ്പുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്ന് ഇച്ചിരി കയറിയുള്ളൂ. നമ്മളിങ്ങനെ കയറി പോകണം. അപ്പോൾ അത് ജസ്റ്റ് കയറി തുടങ്ങി അവിടെ പോവാം. ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ഫോർട്ടാണ്. എന്താ പറയുക, പഴയ കാലത്ത് ഇവിടുത്തെ ഒരുപാട് രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നൊരു സ്ഥലമാണ്. കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചൊരു ഫോർട്ടാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റിമൈൻസൊക്കെ ഉള്ളൂ. ഏതൊരു ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അല്ലേ, അവരുടെ അണ്ടറിലാണ്. അതെ, ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ, അവരുടെ അണ്ടറിലാണ് ഇപ്പോൾ ഈ ഫോർട്ടും ഈ ഫോർട്ടിൻ്റെ ബാക്കിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. കയറി പോകാനൊക്കെ ഈസിയാണ് തോന്നുന്നു. സ്റ്റെപ്പൊക്കെ ഉണ്ട്, കുരങ്ങന്മാരുണ്ട് അത്യാവശ്യം. നമ്മളെ ശല്യപ്പെടുത്താനൊന്നും വരില്ല എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് കയറി വന്നപ്പം 1-2 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ചൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെ. അമ്മേ, ഇതൊക്കെ ഓടി ഇറങ്ങിപ്പോകുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറേണ്ടത്. കൃഷ്ണഗിരി ടൗണിൻ്റെ വ്യൂ ആണ്. ഇവിടെയൊക്കെ മുൾച്ചെടിയുണ്ട്. എന്താ? അതെ, നമ്മൾ പെട്ടെന്ന് ഒരു 100-150 മീറ്റർ കയറി ഇങ്ങനെ കയറി വന്ന് ഫുള്ള് സ്റ്റെപ്പാണ്. ഒരു സമാധാനമുള്ള രീതിയിലുള്ള സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. അല്ല, സ്റ്റെപ്പിനുള്ളതിൻ്റെ സമാധാനമല്ല, കയറാൻ പാടാണ്. ബട്ട് പ്രോപ്പറായിട്ടൊരു വഴിയുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ പാറയൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, നല്ല സ്റ്റീപ്പായിട്ട് സ്റ്റെപ്പുണ്ട്. ആൾക്കാരൊക്കെ അത്യാവശ്യം കേട്ടോ. കുറേ പയ്യന്മാർ കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു. മുമ്പ് കയറി വരുന്നു. ഇവിടെ നല്ല ടൗണിൻ്റെ വ്യൂ ഉണ്ട്. താഴെ വലിയ കുളം, പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഈ കൃഷ്ണഗിരി ഫോർട്ട് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്ന സ്ഥലം വേറെയാണ്. അപ്പോൾ മീൻസ് നമ്മൾ ആക്ച്വലി കയറുന്ന പോയിൻ്റ് അല്ല അതിനകത്ത് കൊടുത്തേക്കുന്നത്, വേറൊരു പോയിൻ്റാണ് കാണിക്കുന്നത്. ഞാൻ പുതിയ പോയിൻ്റ് മാപ്പിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ അവസാനം അത് നമ്മൾ കയറി ചെല്ലുന്ന ഇപ്പോൾ കൊടുത്തേക്കുന്ന വഴി കയറി ചെല്ലുന്ന ആക്ച്വലി ഒരു എന്താ പറയുക, ഈ വേസ്റ്റ് ഡംപ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യുന്നൊരു സ്ഥലത്താണ്. ഇതിനടുത്ത് തന്നെ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറി അപ്പുറത്തുള്ളൊരു സ്ഥലം. അപ്പോൾ അതിലെ കൂടെ കയറാനൊന്നും പറ്റില്ല, ഈ സ്റ്റെപ്പുള്ള സൈഡിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വരുന്ന ലൊക്കേഷൻ വരാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിനകത്ത് ആക്ച്വൽ മാപ്പ് ലൊക്കേഷൻ കിട്ടും. അത് നോക്കി ഇങ്ങനെ പോകുന്ന വെച്ചാൽ മതി. സ്റ്റെപ്പ് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്, സോ ക്ഷീണിക്കും. ഇവിടെയൊക്കെ സ്റ്റെപ്പ് കുറേ പൊളിഞ്ഞ് കിടപ്പുണ്ട്.
ഇവിടുന്ന് വേറൊരു വ്യൂ. അവിടെ ഒരു കുളമുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള സിറ്റി കേട്ടോ. എല്ലാ വീടിനും അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ അടിച്ചിട്ടാണ്. സ്റ്റെപ്പ് ആസ്വദിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് തീർന്നു. അതുവരെ ഉള്ളു സ്റ്റെപ്പ് നന്ദു നിൽക്കുന്നവരെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇതേപോലത്തെ വലിയ വലിയ കല്ലുകളാണ് പാകിയേക്കണേ. ഇതിൽ ചവിട്ടി കയറി കയറി പോകണം. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയുന്ന കാര്യം പോലെ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലത്തെ സ്ഥലത്ത് വീഡിയോ എടുക്കുമ്പോൾ തറയിലും ഒക്കെ നടക്കുക. ക്യാമറ ഉദ്ദേശിച്ച് പൊസിഷൻ പിടിച്ചാൽ മതി, ഇല്ലെങ്കിൽ താഴെ പോവും. ഈ കല്ലിക്കൂടെ ഒക്കെ കയറി വേണം പോകാനായിട്ട്. അതാണ് ഈസി, ഈ സൈഡാണ് ഈസി. ഞാൻ ഇതിലെ കൂടെ കയറുന്നത്. നിനക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അത് കയറി. എടാ ഏതാ റിവറോ? അത് റിവറാണോ അങ്ങനത്തെ ദൂരെ പോകുന്നത്? ഓ ഓക്കെ, ശരിയാണ്. അങ്ങ് ദൂരെ റിവർ പോകുന്നുണ്ട്. കാവേരി ആയിരിക്കും. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് കാണാം. സോ ഇതിൽ ദൂരെ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇത്രയും കയറി അതിൻ്റെ മുകളിൽ വരെ കയറാണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഈ ഫോർട്ടിൻ്റെ ബോർഡർ വാളൊക്കെ കാണാം, മതിൽ. അപ്പോൾ അത്രയും മേളിൽ നമ്മൾ കയറണം. സോ ഏകദേശം എൻ്റെ പകുതിയോളം കയറി കഴിഞ്ഞു. വീണ്ടും ഇവിടുന്ന് പടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കയറിയ പോലെ എന്താ പറയുക, വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കള്ളിമുള്ളുണ്ട്. നമ്മൾ കുറേ നേരം കയറി. ഇപ്പോൾ ഏകദേശം ഒരു 22 മിനിറ്റോളം കയറി. 1/2 കിലോമീറ്റർ അത്രയും മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹനുമാൻ്റെ പ്രതിമയൊക്കെ ഒരു പാറയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. വലിയ ചൂടൊന്നുമില്ല. ആൾക്കാരൊക്കെ കയറുന്ന ഇറങ്ങുന്നൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല. സമാധാനത്തിൽ തിരക്കൊന്നുമില്ലാതെ വന്നു പോകാൻ തോന്നും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നും ഇപ്പോൾ വന്ന ഈ 2 സ്ഥലങ്ങളും വലിയ തിരക്കൊന്നുമില്ലാതെ വന്ന് കാണാൻ പറ്റുന്ന ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് മുസട്ടമലയായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിന്നെടുത്ത് കാണാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പും ഇടയ്ക്കിടയ്ക്ക് പാറക്കല്ലുമായി ഇപ്പോൾ. പക്ഷെ കുഴപ്പമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ട്രിപ്പുകളെല്ലാം പുറത്ത് ലോഡും വെച്ചിട്ടുണ്ടാണ് കയറുന്നത്. ഇപ്പോൾ കയറിയപ്പോൾ ഒരു പുള്ളി ചോദിച്ചു ഇത് വെച്ചിട്ട് കയറാൻ പറ്റുമെന്ന്. സോഫർ വലിയ കുഴപ്പമില്ലാതെ കയറാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിനൊരു 5 കിലോ പുറത്ത് വെയിറ്റ് ആണ് ഇപ്പോൾ പുറത്ത് കിടക്കുന്നതിന്. അപ്പോൾ എന്താണ് ഇങ്ങനെ വെച്ചുകൊണ്ട് കയറുന്നത്? ഇത് താഴെ വെച്ചിട്ട് കയറാവുന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു ബാഗിനകത്ത് വെള്ളം എടുത്തിട്ട് കയറാവുന്നേ ഉള്ളൂ. ബട്ട് കുറച്ച് അപ്കമിങ് ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ചിലപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന് ശീലമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലോഡ് കയറ്റി കയറുന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഈ
കഴിഞ്ഞ 2 ട്രക്കിലും ഒരുപാട് ദൂരമൊന്നും ഉണ്ടായില്ല. ബട്ട് സ്റ്റിൽ ഇത് വെച്ചുകൊണ്ട് കയറാൻ പറ്റുന്നുണ്ട്. അപ്പം നന്ദു ഇതേ കയറി വരുന്നു. ചന്ദനമൊക്കെ പെണ്ണു കേട്ടോ. നീ നിൽക്കുന്ന ഒരു ചെറിയ ചന്ദനം വരും. ചന്ദനമാണോ കേട്ടോ? ചന്ദനമാണ് ഈ നിൽക്കുന്നത്. ചെറുതാ, ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇവിടെയൊക്കെ ഈ ചെടിയിലൊക്കെ അത്യാവശ്യം മുള്ളുണ്ട്. നമ്മൾ പിടിക്കില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയെടുത്ത് കണ്ടതൊക്കെ തന്നെ. പക്ഷേ ഇവിടെ വഴി സൈഡിലൊന്നുമല്ല, ഇച്ചിരി മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കയറി പിടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ മതിൽ പോലത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ മേളിൽ ആ ഫോർട്ടിൻ്റെ ചുമര് വോളൊക്കെ കാണുന്നുണ്ട്, ചുറ്റുമതിൽ വരെ കാണുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇനി ഇതാണ്ട് ഇത്രയും കൂടെ കയറിയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വലിയ പാറകളൊക്കെ ഉണ്ട്. ആ പാറയൊക്കെ ഇങ്ങനെ അറ്റത്തോട്ട് തള്ളിയേക്കും പോലെ. ഇവിടെ പാറയില്ലേ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അല്ലേ നമ്മളാ നേരത്തെ കണ്ട മതിൽ. ഇല്ലടാ, ഗ്രിപ്പുണ്ട്, കയറിപ്പോരാ. നേരെ അത് ആക്ച്വലി നേരെയാണ്, തെന്നിപ്പോവില്ല. ഇവിടെയും മതിലും കൂടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കയറി ചെല്ലുമ്പോൾ ഇവിടെ കുറേ സ്റ്റെപ്പിങ്ങനെ പോയിട്ട് അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്, കാട്. പക്ഷെ ആക്ച്വലി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. താഴെ നോക്കിയപ്പോൾ ഈ റൂട്ടാണെന്ന് തോന്നി, ഈ സ്റ്റെപ്പാണെന്ന്. പക്ഷെ അല്ല, ഇങ്ങോട്ട് വേറെ വഴിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാമെന്നാണ്. വേണ്ട, വെറുതെ എന്തിനാ, മുള്ളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അത് നേരത്തെ കയറി കുത്തും. ഇതിൻ്റെ ഇടയിൽ കൂടെ ചില വഴിയുണ്ട്, നമുക്ക് ഈ വഴി കൊടുക്കാം. മേളുടെ മുകളിൽ ഫുള്ള് ഈ കള്ളിമുള്ളാണ്. എവിടെ പാറയുടെ മേത്തും അവിടെ ഇടയ്ക്കൊക്കെ കാണാം. അവിടെ വലിയ ബസ് സ്റ്റാൻഡാണ് കുളത്തിൻ്റെ അപ്പുറം. അത് അവിടെ വേറൊരു വലിയ മലയുണ്ട്, അതിൻ്റെ മേളിൽ എന്തോ സാധനമുണ്ട്. വെളുത്ത അർത്ഥത്തിൽ ചെറുതായിട്ടെന്തോ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആ പാറപ്പുറത്തൊരു പല്ലിയൊക്കെ ഉണ്ടോ അവിടെ. റോക്കഗാമയാണ് നമ്മൾ. നല്ല കളറുണ്ട്, കറുപ്പ് ഓറഞ്ചൊക്കെ ആയിട്ട്. രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പാറയുടെ അടിയൊക്കെ സ്ഥലമുണ്ട് കേട്ടോ, അകത്തോട്ടൊക്കെ ആണെങ്കിൽ കയറും. പക്ഷേ എല്ലായിടത്തേക്കും ഉണ്ടോ വേസ്റ്റാണ്. നമ്മൾ മിക്കവാറും എവിടെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന സാധനം ഇത്. ഇങ്ങനെ വേണ്ടി തള്ളിയിട്ട് പോകും. കഴിക്കുന്നവർക്കിത് എന്താ പറയുക, വീട്ടിൽ വെച്ച് കഴിക്കുകയോ അല്ല ഇവിടെ വന്ന് കഴിക്കാനാണെങ്കിൽ വേസ്റ്റ് വീട്ടിൽ കൊണ്ടാൽ പോരെ. ഇവിടെ ഇട്ടിട്ട് പോകും എല്ലാവരും. ഇത് അവിടെ എന്തോ ഹൗസ് ഒന്ന് ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊരു ആരോ ഉണ്ട് ആക്ച്വലി. നമുക്ക് ആദ്യം ഇത് കയറാം. ഇങ്ങോട്ട് ആരോ ഇട്ട് വെച്ചോണം.
ഈ പാറയുടെ ഇടയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ പാറക്കൂടെ മുകളിലോട്ട് കയറണം. ഇതിന് മുകളിലൊരു ടവറും ഒക്കെ വെച്ചിട്ടുണ്ട്. അമ്മേ, നമ്മളപ്പോൾ ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇപ്പോൾ എവിടെയൊക്കെ ഇലക്ട്രിക് കണക്ഷനൊക്കെ ഉണ്ട്. എനിക്കാണോ ആ ടവറിന് വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. വിശാലമായ വാർപ്പറാണ്. ലെവലൊന്നുമല്ല, ഇങ്ങനെ പൊക്കം താഴ്ചയൊക്കെ ആയിട്ട് കിടക്കുന്നത്. ഇത് ഭയങ്കര ഈസി പീസി പരിപാടിയാണ് അല്ലേടാ? നമ്മൾ ഇന്നലെ കയറിയ വഴിച്ചത് ഭയങ്കര ഈസി അല്ലേ? അതെ, വഴിയുണ്ട്, കല്ല് വെട്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതെ, ഒരു റിസ്കുമില്ല, ചുമ്മാ കയറി ഇങ്ങനെ പോരാന്നുള്ളേ ഉള്ളൂ. ഇവിടെയൊക്കെ പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. പുല്ലൊക്കെ കുറേ കത്തിച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ആടിനെ വയ്ക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടോയെന്നറിയില്ല. ഇതിങ്ങനെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേനും ഇത് ഫുള്ള് പുതിയ തളിരായിട്ട് വരും. അപ്പോൾ ഈ ആടിനൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സാധനം. ഇവിടെ എന്തൊരു കെട്ടിടമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കാം. ഇതൊക്കെ അത്യാവശ്യം നല്ല പഴയ കൺസ്ട്രക്ഷനാണ്. എന്താ നോക്കിയാൽ കാണാം, ചെറിയ ഇഷ്ടിക വെച്ചിട്ടാണ് കെട്ടിയേക്കണം. ഇതൊക്കെ പൊളിഞ്ഞടക്കുന്ന ബിൽഡിങ്ങാ. അകത്ത് നിറച്ച് വേസ്റ്റാണ്. പിന്നെ അത് പൊളിഞ്ഞ് കണക്കിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തലക്കിട് വീഴും. ഇവിടെ നമ്മൾ അവിടെ നിന്ന് കണ്ട ബിൽഡിംഗ് ഉണ്ട്, പോലീസിൻ്റെ, അടച്ചിട്ടേക്കാണ്. അവരുടെ മൈക്രോവേവ് റിപ്പീറ്റർ സ്റ്റേഷനാണ്. അപ്പോൾ പ്രോബ്ലി പോലീസ് വയർലെസ്സിൻ്റെ റിപ്പീറ്റിംഗ് സ്റ്റേഷനാണ്. എൻ്റെ ആൻറ്റിനെയൊക്കെയാണ് മുകളിലിരിക്കണം. പഴയ ബിൽഡിങ്ങൊക്കെ ഉള്ളൂ, റിമൈൻസൊക്കെ ഉള്ളൂ ഇവിടെ, വേറൊന്നും ഇല്ല. വേണം ഒരു ദാണ്ടൊരു പഴയ കെട്ടിടം, പല സൈസ് കള്ളിമുള്ളൂ. ഓക്കെ, ഇവിടെ ഈ കുഞ്ഞ് കാക്ടസ് ഉണ്ടോ? അവിടെയൊക്കെ പഴയ ബിൽഡിങ്. ഇതെല്ലാം സിമെൻറ്റൊക്കെ ഇട്ട് കെട്ടിയേക്കുന്ന സാധനങ്ങളാണ്. സാധാരണ രാജാക്കന്മാരൊക്കെ കെട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വേണമെന്നില്ലല്ലോ. സിമെൻറ്റൊക്കെ വളരെ അടുത്ത കാലത്ത് വന്ന സാധനങ്ങൾ. ഈ കെട്ടിടമൊക്കെ ആക്ച്വലി സിമെൻ്റ് ഇട്ട് കെട്ടി ഉപേക്ഷിച്ചേക്കുന്നത്. കോൺക്രീറ്റ് റൂഫും, അത് കോൺക്രീറ്റ് റൂഫല്ല ആക്ച്വലി, ആണല്ലോ, കോൺക്രീറ്റ് റൂഫാണ്. ഇഷ്ടികയും കോൺക്രീറ്റ് റൂഫൊക്കെ ഇട്ട് കെട്ടിയേക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ ആ ഗുഹയ്ക്കകത്തോട്ട് കയറാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഓരോ അറ്റമായിട്ട് നോക്കിയിട്ടില്ല. ഇനി ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉള്ളോ, ഈ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. കുറേ സ്ഥലമുണ്ട് ഈ പാറയുടെ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇവിടെ ഡോറുണ്ടേടാ. ഓ, ഇതിനകത്തൂടെ കയറിപ്പോകാനുള്ള എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓ, ഇതൊരു കേവ് പോലത്തെ സെറ്റപ്പ്. അകത്തൂടെ ഇതിങ്ങനെ പോയിട്ട് അവിടെ ഒരു ഡോറുണ്ട് ആറ്റത്ത്. ഇതിനകത്തൂടെ കയറി പോകാൻ പറ്റില്ല. കയറി പോകാൻ പറ്റും, ലോഡും വെച്ചോണ്ട് കയറി പോകാൻ പറ്റില്ല. പിന്നെ അവിടെ വേറൊരു ഡോറുണ്ട്, അത് ഇതിലെ കൂടെ പോയി കഴിഞ്ഞാൽ കാണാം.
ആ ആ അതാണ്ട് ഇവിടെ അതിൻ്റെ അടുത്ത ഡോറുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട്. ഇതൊക്കെ പഴയ കൺസ്ട്രക്ഷൻ, എന്തായാലും ഇത് പുതിയതല്ല. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, അതാണ് നേരത്തെ കാണിച്ച ഡോറ്. സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്. ഇവിടെ നിന്ന് ഇതിലേ കയറി അപ്പുറത്തിറങ്ങാൻ തോന്നും. എടാ, ഇതിലേ കയറി അപ്പുറത്തിറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ വേറൊരു ഡോറുണ്ട്, പോയി നോക്കാം എന്താവോ. ആ, ഇതിൻ്റെ ഇപ്പുറ സൈഡെത്തും. എൻ്റെ ബാഗ് ഒരു ഞാൻ വെച്ചാണ് ഇപ്പോൾ കേട്ടത്. പൊക്കമില്ല. ഓ, ഇത് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വന്നു. ഇതിൻ്റെ അകം മുഴുവൻ കണക്റ്റഡാണ്. ഇതിൻ്റെ അകം ഫുള്ള് കണക്റ്റഡാണ് കേട്ടോ. ഇതിൻ്റെ അകമേ മുഴുവൻ കണക്റ്റഡാണ്. ഇപ്പോൾ നീ ആ വരുന്നില്ലേ, അതിങ്ങനെ വന്നിട്ട് കുനി ബാഗ് എൻ്റെ തട്ടി ഇത് ഇവിടെ വന്നിട്ട് അങ്ങോട്ട്. ഇല്ലല്ല, അത് ചെറിയായിട്ട് തട്ടിയല്ലേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ട്. ബാഗൊന്നും പറ്റില്ല. ഇത് നമ്മളെ കേരളയിൽ ഇപ്പുറ സൈഡ് എല്ലാം ഇതൊരു പ്രദർശനം വെക്കാൻ രീതിയിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാറ കേട്ടോ. ഈ പാറയുടെ ബാക്കിയാണ് മേളിൽ കാണുന്നത്. അതിൻ്റെ അടിയിലൊക്കെ ഇത് സിമെന്റ് അല്ല, അത് മിക്കവാറും അവര് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ എന്തല്ലേ ആയിരിക്കും. അല്ല, ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ പഴയ ബുദ്ധിയുള്ള മനുഷ്യന്മാര്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇങ്ങേ പുറത്തെത്തി. ആ ഇല്ല, അതിൽ വെളിയിറങ്ങാൻ പറ്റില്ല. അത് അവിടെ ഒരു പാറയായിട്ട് അടച്ചു വെച്ചേക്കാം. ഡോറുണ്ട്. ഈ വലിയ പാറയുടെ ചോട്ടിലാണ് ഈ സംഭവം. എന്തല്ലേ നമ്മളിതിൻ്റെ ഇപ്പുറ സൈഡിലെത്തി. പതുക്കെ. ആ ഓക്കെ. എന്തോ ഒരു വലിയ പാറ, ഒറ്റ പാറ. അതിൻ്റെ ചോട്ടിൽ ഒരുമാതിരി ആ പാറയും പൊക്കി വെച്ചോലുണ്ട് ഈ കൺസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ. ഇത് ഉറപ്പായിട്ട് നമ്മുടെ കാലത്തുണ്ടാക്കിയല്ല, പഴയത്. അതെ, അത് തന്നെ. ഇവിടെ എവിടേക്ക് എന്തൊക്കെയോ ഉണ്ട്, നോക്കാം. ഇതൊക്കെ അവശിഷ്ടങ്ങളുണ്ട് ഇപ്പം നമ്മൾ കണ്ടേ. ഇനി ഇത് എവിടെ, അതിൻ്റെ മുകളിൽ ഒന്നുണ്ട്. ഇവിടെ വഴിയുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കുറച്ചേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ അതിൻ്റെ മുകളിലൊരു സാധനം ഉണ്ട്. എന്തോ നമ്മളിപ്പോൾ ഡ്രോൺ പറപ്പിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് നടന്നേച്ച് വരാം. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ടും കൂടെ ഒന്ന് ചുറ്റി അടിച്ച് കണ്ടിച്ച് തിരിച്ചു പോകാം. ഓൾറെഡി 10 കഴിഞ്ഞു. ഒരു 11:30 ആകുമ്പോൾ താഴെ എത്തിയിട്ട് പോകാനാണ് പരിപാടി. ഇവിടെ നിന്നൊരു 11 മണിയോടുകൂടി ഇറങ്ങിയാൽ മതിയായിരിക്കും. 1/2 മണിക്കൂർ മതി താഴത്ത്. ഇതാണ് നമ്മൾ അവിടെ നിന്നപ്പോൾ കണ്ട സ്റ്റെപ്പ്. നമ്മളവിടെ നിന്ന് ഡ്രോണിനെ പറത്തിയപ്പോൾ
കണ്ട സ്റ്റെപ്പാണിത്. ഇതിലേക്കൂടെ ഇവരുടെ എന്താ പറയുക ഒരു സർവൈലൻസ് പോയിൻ്റ് ആയിരിക്കും. ഒരു കോർണറിലാണ്. ഇവിടെ ഒരു സൈഡിലോട്ടുള്ള വ്യൂ മുഴുവൻ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. പാറയുടെ ഒരു അറ്റമാണ്. ഈ ഇഷ്ടിക ഒക്കെ വെച്ച് രാജാക്കന്മാർ കിട്ടുമോ? നമ്മൾ താഴെ കണ്ട ബിൽഡിങ്ങിലുള്ള ഇഷ്ടികയല്ലേ ഇത്? എന്ത് സെറ്റപ്പ് ഒന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ആയിരിക്കും കുറച്ച് ആധുനികമായിട്ടുള്ളതായിരിക്കും. ഇവിടെ എന്തൊക്കെയോ ഇട്ട് കത്തിച്ചൊക്കെ ഉണ്ട്. എണ്ണ എന്തോ തുണിയൊക്കെ ഇട്ട് കത്തിച്ചേക്കുന്നത്, എണ്ണയൊക്കെ ഇട്ടിട്ട്. ആ സൈഡിലാണ് ഇവരുടെ ഇതുള്ള മറ്റേ കോട്ടയുള്ളത്. കോട്ടയുള്ള ഇതിൻ്റെ സൈഡ് വാൾ കുറേ ദൂരത്തിന് പണിഞ്ഞിട്ടിട്ടുണ്ട്. ഏതാ ആണ്ട് അവിടെ ആ കുന്നിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട്. ഒരു വെളുത്ത കളർ സാധനം കാണും നടുക്ക്. എന്താണെന്തോ ഇവിടെ കൃഷ്ണഗിരിയിൽ ചുറ്റിനും മുഴുവൻ കുന്നുകളാതെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കുന്ന. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എങ്ങോട്ട് നോക്കിയാലും കുന്നാണ്. ഇവിടെ വെയിൽ കുഴപ്പമില്ലല്ലേ, ശല്യം ഉണ്ടാക്കുന്നില്ല. അതെ, കാറ്റുമുണ്ട്. ഇറങ്ങിയാലോടാ, ഇവിടെ പറഞ്ഞല്ലോ ഇത് തന്നെ ഉള്ളൂ. ഇനി രാജാക്കന്മാർ കെട്ടിയതാണെങ്കിൽ അവരുടെ കോട്ടമതിലാണെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. നമ്മൾ ഈ ഫോർട്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരുപാട് കണ്ട വിവരങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കൃഷ്ണദേവരായർ ആ ടൈമിലുള്ള രാജാക്കന്മാരൊക്കെ ഇവിടെ കുറേ നാൾ എന്തൊക്കെയോ ഭരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ റിമൈൻസ്, ഒരു കോട്ടയുടെ റിമൈൻസ് ആസ്വദിച്ച് ഭയങ്കര കുറവാണ്. നമ്മൾ പണ്ട് ജിഞ്ചി ഫോർട്ടൊക്കെ പോയിട്ടുള്ളപ്പോഴാണെങ്കിലും അവിടെയൊക്കെ ആക്ച്വലി ഒരുപാട് പഴയ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടയുടെ ഒരുപാട് റിമൈൻസ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതുപോലത്തെ കോട്ടയുടെ റിമൈൻസ് ഭയങ്കര കുറവാണ്. ഈ സൈഡിലത്തെ മതിലും പിന്നെ അവരുടെ ഒബ്സർവേറ്ററി പോയിൻ്റൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഡ്രോൺ പറപ്പിച്ചപ്പോഴും ഇതിന് മുന്നത്തെ ഫുട്ടേജിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ആ എൻഡിൽ ഇതിൻ്റെ എന്താ പറയുക കോട്ട മതിലുണ്ട് കുറച്ച് നീളത്തിൽ, അതാണുള്ളത്. അല്ലാതെ ബിൽഡിംഗ് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഭയങ്കര കുറവാണ്. നമ്മൾ കണ്ട ബിൽഡിങ്സൊക്കെ ഒരുപാട് പഴക്കമുള്ളൊന്നുമല്ല, അത്യാവശ്യം വലിയ പഴക്കമില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടികയൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉള്ള സാധനമൊന്നുമല്ല ആണെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ആ റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് ഇവിടുത്തെ സിമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അവിടെ പണിയാണ്. ഇനി ഇതിലേക്കൂടെ കയറി ആ സൈഡിൽ പോയി, അവിടെയാണ് നമ്മൾ ആ കോട്ട മതിൽ കണ്ടത്. ഇതിലാണ് നമ്മൾ കയറി വന്നത്. നീ ഇങ്ങോട്ട് പോയോ? നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ് നമ്മുടെ ആ ഇതൊക്കെ ഉള്ളത്, ടവറുള്ളത്. ഇതിൻ്റെ സൈഡിൽ കൂടെയാണോ മറ്റേ കോട്ടമതിലോട്ട് പോകുന്നത്. ഈ ഡയറക്ഷനിലായിട്ടാണ് അതിനെ കണ്ടത്. ഇത് മുഴുവൻ അതിൽ കൂടെ നമ്മൾ കയറി വന്നേ. ഇത്രയും നീളമുണ്ട് ഈ പാറയ്ക്ക്. ഇത് അവിടെയാണ് നമ്മളിപ്പോൾ പോയത്. ഇത്ര ഏരിയയിൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. കുറച്ച് താഴോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്.
ഇവിടെ ഈ മുസ്ലിംസിൻ്റെ എന്തോ ആരാധനാ കേന്ദ്രം പോലത്തെ സാധനമുണ്ട്. അവിടെ അവരുടെ ഒരു പച്ച കളർ ഫ്ലാഗൊക്കെ കാണാം. ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നാണ് പോയി നോക്കിയിട്ട്. ഇവിടെ ഇവർ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ എന്തൊരു പച്ച കളർ സാധനം കാണുന്നുണ്ട്. ഡ്രോണിൽ കുറച്ചധികം മതിലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് നോക്കട്ടെ. അതവിടെയാണ്. അങ്ങനെ മതിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഭയങ്കര ടിപ്പാണ് ഇവിടെ. അതാണ് എഡ്ജിലാണ് കോട്ടമതിൽ. നമുക്ക് അങ്ങോട്ടും കൂടെ പോയിട്ട് തിരിച്ചു പോവാം. ജസ്റ്റ് മിസ്. വീഡിയോക്കകത്ത് വന്നിട്ടുണ്ടോന്നറിയില്ല. ഒരു പാമ്പ് കുഞ്ഞാ കണ്ടായിരുന്നു. പാറപ്പുറത്തെ ഇഴജന്തുക്കളുണ്ട്. സൂക്ഷിച്ചു വരിക. പേടിയുള്ളവർ കണ്ട് ഒരുപാട് ഞെട്ടരുത്. ഇതിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ എന്തോ ഒരു ശവകുടീരം പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ കയറി വന്ന വഴിയാണ്. അല്ല, കയറി വന്ന വഴിയാണോ? അല്ല, നമ്മൾ അപ്പുറത്തൂടെയാണെന്ന് കയറി വന്നത്. അതോ ഇതിപ്പുറ സൈഡിൽ കൂടെ വരണം. ഇങ്ങോട്ട് നമ്മൾ വന്നില്ല എന്തായാലും. ഇവിടെ അങ്ങനെ സാധനമുണ്ട്. അല്ലേ, ഇതാണ് നമ്മൾ ഡ്രോൺ വെച്ച് നിർത്തി ഇപ്പോൾ കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. അവിടെയാണ് വയർലെസ് സ്റ്റേഷൻ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഡയറക്ഷൻ തെറ്റിപ്പോവാണെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ മതി. അതിൻ്റെ കാണാം. ഇതിലെ കൂടെ ഇടയിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. അതെ, വലിയ കോട്ടമതിൽ. അവിടെയൊക്കെ ഇതിൻ്റെ കാവൽ ഗോപുരങ്ങളുണ്ട്. അവിടെ ഒരു വലിയ തരണുണ്ട്. ഇങ്ങോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ച് വെയിലായതുകൊണ്ട് ഈ പാറയ്ക്കൊന്നും വഴുക്കലൊന്നുമില്ല. ചരിവുണ്ടെങ്കിൽ നമുക്ക് നേരെ നടക്കാൻ പറ്റുന്ന സ്പേസ് തന്നെയാണുള്ള. ഇത് ഒരു ചെറിയ കുളം പോലത്തെ സെറ്റപ്പാണ്. അതെ, അതൊരു കുളമാണ്. നല്ല ഐഡിയയിലാണ് ആ കുളം ഉണ്ടായിച്ചാണ്. ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഈ മേളിലോട്ട് ചെരിവാണ്. അവിടെ നിന്ന് വരുന്ന വെള്ളം ഫുള്ള് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യും. ഇപ്പം ഇച്ചിരി വെള്ളമേ ഉള്ളൂ. പച്ച കളർ നല്ല വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു വലിയ കുളമാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ടവറുണ്ട്.
അത്യാവശ്യം നല്ല ഒരുപാട് വെള്ളം ഇതിനകത്ത് കൊള്ളും കേട്ടോ. അത് ഇത്രയും വെള്ളം ഏകദേശം ഇതിനകത്ത് കൊള്ളും. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വെള്ളം യൂസ് ചെയ്യാമല്ലോ, അവരുടെ ദൈനംദിന ആവശ്യമൊക്കെ ആയിട്ട് അതിന് വേണ്ടി വെച്ചായിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലം. ഇതിലെ കൂടെ മുകളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. തിരിച്ചു പോകാതെ ഇതിലെ കൂടെ കയറാൻ പറ്റും. ഭാഗത്ത് ഇറങ്ങിയിട്ട് വന്നു. ഇത് തിരിച്ച് ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മളിത് ഇവിടെ അതിലെ കൂടെ കയറി, അതിലേ വട്ടം കറങ്ങി പോകാതെ ഇതിലേ കയറി. നമ്മൾ 11 മണിക്ക് നമ്മൾ തിരിച്ചിറങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ആദ്യത്തെ 10:30 ആയിരുന്നു, നീട്ടി 11 മണിയാക്കി. എന്തായാലും എൻ്റെ മുകൾ വശത്തൊക്കെ ഉള്ള കണ്ടു തീർത്തു. നമ്മളിത് ഇവിടെ എത്തി. ഇനി ഇവിടെ നമുക്ക് തിരിച്ച് താഴോട്ടിറങ്ങാം. അപ്പോൾ കൃഷ്ണഗിരി ഫോർട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കുറേ പഴയതും പുതിയതുമായിട്ടുള്ള നിർമ്മിതികളും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പഴയ സാധനങ്ങളൊന്നും വളരെ കുറവാണ്. ആ ഫോർട്ടിൻ്റെ ചുറ്റുപാടിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉള്ള ഭയങ്കര പഴയ കൺസ്ട്രക്ഷനാണെന്നൊന്നും പറയാനില്ല. ചിലപ്പോൾ ഇട സമയത്ത് ആരെങ്കിലും ഉണ്ടാക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.